പിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ലോകം മുഴുവൻ നേടിയാലും പിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ആത്മാവിൻ വിലയായി എന്തു നൽകും നീ? പകരം വയ്ക്കാനെന്തുണ്ടീ ഭൂമിയിൽ? നിൻ സമ്പത്ത് മുഴുവനോ ലോകത്തെ തന്നെയോ പകരം നൽകിയിടുകിൽ മതിയാകുമോ? ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? അതിലുള്ളതൊക്കെയും നശ്വരമാണെന്നറിഞ്ഞിടുവിൻ. ഈ ലോകവും അതിലുള്ളതൊക്കെയും നശ്വരമാണെന്നറിഞ്ഞിടുവിൻ. അല്പസുഖങ്ങൾ നൽകിയിടും ലോകം നാശത്തിൻ പാതകൾ തുറന്നു തരും. അനശ്വര സൗഭാഗ്യം നേടിയിടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുവിൻ. അനശ്വര സൗഭാഗ്യം നേടിയിടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുവിൻ. ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യന പരിശ്രമമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചതിനായി, ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി നന്ദി പറയുന്നു. ആത്മാവ് ദൈവമേ, ഞങ്ങളെ പഠിപ്പിക്കണം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദി അൺചേഞ്ചിങ് ഗാഡ്. മാറി വരുന്ന ലോകത്ത് മാറ്റമില്ലാത്ത ദൈവം. നാം ഇന്ന് ജീവിക്കുന്നത് അങ്ങേയറ്റം വേഗതയേറിയ ഒരു ലോകത്താണ്. നമ്മുടെ വിരൽ തുമ്പിൽ ലോകം ഒതുങ്ങി നിൽക്കുന്നു. സാങ്കേതിക വിദ്യയും സോഷ്യൽ മീഡിയയും നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി കഴിഞ്ഞു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നൂറുകണക്കിന് നോട്ടിഫിക്കേഷനുകളും ശബ്ദങ്ങൾക്കും ഇടയിലാണ് നാം ജീവിക്കുന്നത്. ഒരു ആധുനിക വിശ്വാസി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് അറിയാമോ? ഈ ബഹളങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുക എന്നതാണ്. എല്ലാം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാറാത്തവനായ ദൈവത്തിൽ എങ്ങനെ നമുക്ക് ഉറച്ചു നിൽക്കാം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്നത്തെ കാലത്ത് പലപ്പോഴും നമ്മുടെ സന്തോഷവും സമാധാനവും തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളും കമൻറ്റുകളുമാണ്. മറ്റുള്ളവരുമായി നമ്മെ തന്നെ താരതമ്യം ചെയ്ത് പലപ്പോഴും നാം നിരാശയിലാകുന്നു, അല്ലേ? എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. യെശയ്യാ പ്രവാചക പുസ്തകം 43 അധ്യായം അതിൻ്റെ 1 തിരുവചനം. Isaiah chapter 43 verse 1. But now thus says the Lord that created you, O Jacob, and he that formed you, O Israel, fear not. For I have redeemed you, I have called you by name, thou you are mine. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ നേട്ടങ്ങൾ നോക്കിയോ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് നോക്കിയോ അല്ല. ലോകം നിങ്ങളെ ഒരു നമ്പർ ആയി കാണുമ്പോൾ ദൈവം നമ്മളെ തൻ്റെ പൈതലായിട്ടാണ് കാണുന്നത്. അതോടെ ശ്രദ്ധിക്കാം.
ലോകം നമ്മളെ ഒരു നമ്പർ ആയി കാണുമ്പോൾ ദൈവം നമ്മളെ തൻ്റെ പൈതലായിട്ടാണ് കാണുന്നത്. ഡിജിറ്റൽ ലോകത്തെ താരതമ്യങ്ങളിൽ വീണു പോകാതെ നമ്മുടെ മൂല്യം ക്രിസ്തുവിലാണെന്ന് തിരിച്ചറിയുക. നീ എനിക്കുള്ളവൻ എന്ന് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ആ കർത്താവിൻ്റെ ശബ്ദം ഇക്കോ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്നത്തെ തലമുറയുടെ വലിയൊരു പ്രശ്നമാണ് മാനസികമായ അമിതഭാരം. എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കണം എന്ന സമ്മർദ്ദം നമുക്കുണ്ട്. എന്നാൽ ദൈവം നമുക്ക് നൽകുന്നത് വിശ്രമമാണ്. നമുക്ക് കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാം. എന്താണ് യേശുവിന് നമ്മളോട് പറയാനുള്ളത്? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. Come unto me, all you that labor and are heavy laden, and I will give you rest. കർത്താവിൻ്റെ അടുത്തേക്കല്ല, അവിടുത്തെ ആശ്വാസത്തിൻ്റെ കരം നമ്മുടെ മേൽ വയ്ക്കും, നമ്മളെ ആശ്വസിപ്പിക്കും. പ്രാർത്ഥന എന്നത് വെറുമൊരു മതപരമായ ചടങ്ങല്ല, അത് ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ഒരനുഭവമാണ്. നമ്മുടെ ഫോൺ സൈലന്റ് ആക്കി വെച്ച് ദിവസവും കുറച്ച് സമയം ദൈവത്തോട് സംസാരിക്കാൻ മാറ്റിവെക്കുകയാണെങ്കിൽ ലോകം തരുന്നതിനേക്കാൾ വലിയൊരു സമാധാനം നമുക്ക് ലഭിക്കും. അതിലൊരു സംശയമില്ല. ആധുനിക സൗകര്യങ്ങൾക്ക് തരാൻ കഴിയാത്ത സമാധാനം കർത്താവിന് മാത്രമേ തരാൻ കഴിയൂ. സഹോദരങ്ങളെ, വിശ്വാസം എന്നത് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അത് നമ്മുടെ ജോലി സ്ഥലത്തും ഓൺലൈൻ ഇടങ്ങളിലും പ്രതിഫലിക്കണം. നാം മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ എന്ത് പോസ്റ്റ് ചെയ്യുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നതെല്ലാം വളരെ പ്രാധാന്യമേറിയതാണ്. വീണ്ടും ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5:14, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. മത്തായി 5:14. You are the light of the world. A city that is set on a hill cannot be hid. ലോകത്തിൻ്റെ വെളിച്ചമാണ്. നമ്മൾ ഓരോരുത്തരും ലോകത്തിൻ്റെ വെളിച്ചമാണ്. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ സാധ്യമല്ല. നമ്മളെ ഓരോരുത്തരും കർത്താവ് താഴ്വാരത്തിലല്ല നിർത്തിയിരിക്കുന്നത്, മലമുകളിലാണ്. നമ്മളെ ദർശിച്ചു വേണം, നമ്മളെ കണ്ടു വേണം മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് വരാൻ. ഒരു ആധുനിക വിശ്വാസി തൻ്റെ പ്രവൃത്തിയിലൂടെയും സ്വഭാവത്തിലൂടെയും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ്. നമ്മുടെ സത്യസന്ധതയും സ്നേഹവുമാണ് ഈ ഇരുളടഞ്ഞ ലോകത്ത് പ്രകാശമാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, കാലം മാറിയേക്കാം, ഫാഷനുകൾ മാറിയേക്കാം, സാങ്കേതിക വിദ്യ ഇനിയും വളർന്നേക്കാം. എന്നാൽ എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം പറയുന്നത് പോലെ ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ആൻഡ് ടുഡേ ആൻഡ് ഫോർ എവർ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. നമുക്ക് ചുറ്റുമുള്ള ലോകം ഒരു തിരമാല പോലെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ഉറപ്പുള്ള ഒരു പാറയായി നമുക്ക് ക്രിസ്തുവിൽ ചുവട് ഉറപ്പിക്കാം. ഈ വരുന്ന ആഴ്ചയിൽ സോഷ്യൽ മീഡിയയ്ക്കും തിരക്കുകൾക്കും നൽകുന്നതിനേക്കാൾ പ്രാധാന്യം ദൈവത്തിൻ്റെ വചനത്തിന് നൽകാൻ നമുക്ക് ശ്രമിക്കാം. അതൊരു ഹൃദയ നിശ്ചയമായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഈ ആധുനിക ലോകത്തിൻ്റെ ചതിക്കുഴികളിലും സമ്മർദ്ദങ്ങളിലും വീണുപോകാതെ അങ്ങയുടെ വചനത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ലോകം തരുന്ന സമാധാനമല്ല, അവിടുന്ന് നൽകുന്ന സ്വർഗീയ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. അവിടുത്തെ പുത്രൻ വഴി ഞങ്ങൾക്ക് തരുന്ന സമാധാനത്തിനായി സ്തോത്രം, സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം, തിരുവചനത്തിനായി നന്ദി. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തലമുറകളെ സമർപ്പിക്കുന്നു. ദൂരത്തും ചാരത്തുമായ ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, കൂട്ടുവിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ രോഗികളായിട്ടുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം അവരുടെ മേൽ വച്ചിരിക്കാൻ സ്തോത്രം. പൂർണ്ണ സൗഖ്യവും വിടുതലും സന്തോഷവും സമാധാനം അവർക്ക് കൊടുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തിൻ്റെ ഐക്യതയ്ക്കും സ്നേഹത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രകൃതിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം മുൻകൂട്ടി അവിടുന്ന് ഞങ്ങളോട് തിരുവചനത്തിലൂടെ സംസാരിച്ചിട്ടുണ്ടല്ലോ. എങ്കിലും കർത്താവേ, നിന്റെ മക്കളായ ഞങ്ങൾ
അവിടുത്തെ സമാധാനത്തിൻ്റെ കരം ഈ ലോകത്തിൻ്റെ മേൽ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രാജ്യത്തിൻ്റെയും നേതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുവചനത്തിന് വേണ്ടി പീഡകൾ ഏറ്റുകൊണ്ട് അനീതിപരമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. സ്തോത്രം. അവർക്കായി അത്ഭുതത്തിൻ്റെ കരം അവിടുന്ന് അയക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം അവരുടെ മേൽ വയ്ക്കണമേ. ഉള്ളിലെ സകല നിരാശകളും വേദനകളും അവിടുന്ന് തുടച്ചു നീക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. സ്വർഗീയ കൃപാവരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ, ഓഫീസുകളെ, ഞങ്ങളുടെ ബിസിനസ്സിനെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായി അഗ്നി തൂണായി സാന്നിധ്യം കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയെ യാചനം കേട്ടിരിക്കാൻ നന്ദി അപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ജീവിതം ദൈവത്തിൻ ദാനം, അവിടുത്തെ നാമം പുകഴ്ത്തിടുവിൻ. ഈ ജീവിതം ദൈവത്തിൻ ദാനം, അവിടുത്തെ നാമം പുകഴ്ത്തിടുവിൻ. വരുവാനിരിക്കുന്നതൊന്നുമേ നമ്മൾ അറിയുന്നില്ലെന്നോർത്തിടണം. സർവം ഭരിക്കുന്ന ദൈവത്തിൻ മുൻപിൽ ജീവനും ആത്മാവും സമർപ്പിച്ചിടാം. സർവം ഭരിക്കുന്ന ദൈവത്തിൻ മുൻപിൽ ജീവനും ആത്മാവും സമർപ്പിച്ചിടാം. ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ആത്മാവിൻ വിലയായി എന്തു നൽകും നീ? പകരം വയ്ക്കാനെന്തുണ്ടീ ഭൂമിയിൽ? നിൻ സമ്പത്ത് മുഴുവനോ ലോകത്തെ തന്നെയോ പകരം നൽകിയിടുകിൽ മതിയാകുമോ? ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം?